എല്ലാവരും ശ്രദ്ധിച്ചു കേട്ടോളി. എന്റെ വീട്ടിലൊരു ബറക്കത്തില്ല, എന്താണ് കാരണമെന്ന് ചോദിച്ചപ്പോ മഹാനായ അലി റളിയല്ലാഹു തആല ചോദിച്ചുവത്രേ, നിന്റെ വീട്ടില് ദാരിദ്ര്യമില്ലാവാൻ കാരണം, നിന്റെ വീട്ടില് ബറക്കത്തില്ലാതാവാൻ കാരണം നീ പൊട്ടിപ്പോയ പേന വെച്ചിട്ട് എഴുതാറുണ്ടോ? ഇല്ല. പൊട്ടിയ പേന വെച്ച് എഴുതാൻ പാടില്ല. പേന പൊട്ടിയാ പിന്നെ നമ്മൾ റബ്ബർ ബാൻഡ് ഇട്ട് വെച്ചിട്ട് കെട്ടും. മഹാന്മാര് പറയുന്നുണ്ട് ദാരിദ്ര്യം ഉണ്ടാവും. അലിലാണ് കുറെ ചോദ്യം അങ്ങോട്ട് ചോദിച്ചു, നിങ്ങൾ കേൾക്കുന്നുണ്ടോ? നീ പൊട്ടിയ പേന വെച്ചെഴുതാറുണ്ടോ? ഇല്ലാലിയേ. എന്നാൽ നീ പൊട്ടിപ്പോയ ചീപ്പ് വെച്ചിട്ട് തല ചീവാറുണ്ടോ? ഇല്ല. ഇതൊക്കെ ദാരിദ്ര്യം ഉണ്ടാകുന്ന കാര്യങ്ങളാണ്. പൊട്ടിപ്പോയ ചീപ്പ് എന്ത് വെച്ച്, പൊട്ടിപ്പോയ ചീപ്പ് വെച്ച് ചീവാറുണ്ടോ? ഇല്ലാലിയേ. എന്നാൽ നീ നിനക്ക് നിന്നേക്കാൾ പ്രായമുള്ളവരുടെ മുമ്പിലൂടെ ബഹുമാനമില്ലാതെ നടക്കാറുണ്ട് മനുഷ്യ? ഇല്ല, ഞാനങ്ങനെ നടക്കാറില്ല. നമ്മുടെ വീട്ടിലെ മുതിർന്നവർ, കാരണവന്മാർ, ബന്ധുക്കൾ, അങ്ങനെയുള്ളവരുടെ മുമ്പിലൂടെ ബഹുമാനമില്ലാതെ നടന്നു പോവുക, ഇല്ല, ഞാനങ്ങനെ ചെയ്യാറില്ല. എന്നാൽ തനാമുബൈദ സ്വലാത്തുൽ ഫജ്ർ, സുബ്ഹി നിസ്കാരം കഴിഞ്ഞിട്ട് നീ കിടന്നുറങ്ങാറുണ്ടോ? ഇല്ലാലിയേ. ഇല്ലാലിയേ. സുബഹി കഴിഞ്ഞ് തുറങ്ങാറുണ്ടോ? സുബഹി നിസ്കാരം കഴിഞ്ഞ് വീട്ടിൽ കിടന്ന് ഉറങ്ങരുത്, ദാരിദ്ര്യമുണ്ടാവും. നമ്മുടെ മിക്ക ആളുകൾ സുബഹി നിസ്കാരം കഴിഞ്ഞിട്ടെന്ന് മാത്രമല്ല, സുബഹി നിസ്കരിക്കാതെ കിടന്നുറങ്ങണ മക്കളാണ്. എങ്ങനെ ബറക്കത്തുണ്ടാവും? സുബഹി നിസ്കാരം കഴിഞ്ഞുറങ്ങണ കാര്യം പറയണത്. മിക്ക ആളുകൾ സുബഹി നിസ്കരിക്കാതെ ഉറങ്ങണ ആളുകളാണ്. മക്കളെ സുബഹി എഴുന്നേൽപ്പിക്കണം. ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഒത്തിരി പറയാനുണ്ട്. എത്രയോ ഹദീസുകൾ. ഞാൻ ആ വിഷയം ഒന്ന് എടുക്കാൻ വേണ്ടി വെറുതെ നോക്കി 32 ഹദീസുകൾ അതുമായിട്ട് ബന്ധപ്പെട്ടു. അള്ളാഹു ബോധം നൽകട്ടെ. അവസാനം അലി റളിയല്ലാഹു അൻഹു കുറെ കാര്യം ചോദിച്ചുവത്രേ, നീ നിന്റെ മാതാപിതാക്കൾക്ക് വേണ്ടി ദുആ ചെയ്യാറുണ്ടോ? നീ നിന്റെ മക്കൾ മാതാപിതാക്കൾക്ക് വേണ്ടി ദുആ ചെയ്യാറുണ്ടോ? ആ മനുഷ്യൻ പറഞ്ഞു, ഇല്ല, ഞാൻ എന്റെ മാതാപിതാക്കൾക്ക് വേണ്ടി ദുആ ചെയ്യാറില്ല. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്നാൽ അതാണ് നിന്റെ ജീവിതത്തിലെ ബറക്കത്തില്ലാത്തതിന്റെ, നിന്റെ വീട്ടിലെ എല്ലാ ദുരർത്ഥങ്ങളുടെയും കാരണം. അതാണ് നിന്റെ മാതാപിതാക്കളെ നീ മറന്നുപോയതാണ് കാരണമെന്ന് സയ്യിദുനാ അലിയുൽ മുർത്തള റളിയല്ലാഹു അൻഹു ഈ പാതിരാത്രി സന്നിഗ്ധ ഘട്ടത്തിലൂടെ എത്തിയ ഓരോരുത്തരോടും ഞാൻ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് ഓർമ്മിപ്പിക്കുകയാണ്. 24 മണിക്കൂറിന്റെ ഉള്ളിൽ അല്പസമയം നിന്റെ മാതാപിതാക്കൾക്ക് വേണ്ടി മാറ്റിവെക്കണേ. റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറാ. ചെറുപ്പകാലത്ത് നിന്നെ അവരെ പരിപാലിച്ചതുപോലെ നിനക്ക് വേണ്ടി അവരെ പരിപാലിക്കണേ. മാതാപിതാക്കളെ മറന്നു പോകുന്നതാണ് ഏറ്റവും വലിയ പ്രശ്നമെന്ന്, വീട്ടിലെ ബറക്കത്ത് നഷ്ടപ്പെടാൻ കാരണമെന്ന് മഹാനായ അലിയുൽ മുർത്തള റളിയല്ലാഹു തആല അൻഹു. എങ്ങനെയാണ് മാതാപിതാക്കളെ മറക്കുന്നത്? സഹോദരാ, നീ എന്നനുഭവിക്കുന്ന തണല് നിന്റെ ഉപ്പ അനുഭവിച്ച വെയിലാണ്. നിന്റെ ശരീരം ഇന്നിങ്ങനെ മാംസമായിട്ടിരിക്കുന്നത് നിന്റെ വാപ്പ ഇങ്ങനെ മെലിഞ്ഞു പോയപ്പോഴാണ് നിന്റെ ശരീരത്തിൽ മാംസമുണ്ടായത്. നിന്റെ ഉമ്മ ഡൊണാൾഡ് ട്രംപിന്റെ 7 സ്റ്റാർ ഹോട്ടലിന്റെ ഏറ്റവും പതുപതുപ്പുള്ള മെത്തയിൽ കിടന്നതിനേക്കാൾ നല്ല സുഖം എനിക്ക് കിട്ടിയത് എന്റെ ഉമ്മാന്റെ വിശന്ന് നിലവിളിച്ച് കൊച്ചുപ്രായത്തിൽ കരയുമ്പോ എന്റെ ഉമ്മ താങ്ങിയെടുത്തിട്ട് അമ്മിഞ്ഞപ്പാല് വലിച്ചു കുടിച്ചവസാനം വയറ് നിറയുമ്പോ കവിളിന്റെ ഇരുഭാഗത്തൂടെ ഒലിച്ചിറങ്ങി ഉമ്മാന്റെ കുചകുംഭങ്ങളുടെ ഇടയിലേക്ക് കവിളിലേക്ക് ആ ചെറുചൂട് അനുഭവിച്ചിട്ട് ഉമ്മാടെ മാറിടത്തിന്റെ ഉള്ളിൽ മെത്ത പോലെ തലവെച്ച് കിടന്നിറങ്ങിയ സുഖം പിന്നീട് ജീവിതത്തിൽ ഒരുറക്കത്തിനും കിട്ടിയിട്ടില്ല. അവരത്ര രാത്രി നിനക്കുറക്കമൊഴിച്ചതാ, അവർക്കുള്ള നെഞ്ചും മെത്ത പോൽ വിരിച്ചിട്ടതാ. അവരത്ര രാത്രി നിനക്കുറക്കമൊഴിച്ചതാ, അവർക്കുള്ള നെഞ്ചും മെത്ത പോൽ വിരിച്ചിട്ടതാ. ഞാൻ ലോകത്ത് കേട്ട ഏറ്റവും നല്ല സംഗീതമേ റഹ്മാന്റേതല്ല,
പിതാവെണ്ണ മുള്ളൈത്തോ സാട്ടയല്ല. പൊട്ടിക്കരയുമ്പോ ഓടി വന്ന് 2 കവചത്തിനിടയിലേക്ക് കൈതേത്ത് വെച്ച് തോളത്തിട്ടിട്ട് ആ തോളിലേക്ക് ഇട്ടിട്ട് ഉമ്മാന്റെ കരിമ്പാറ ചുമന്ന കൈവിരലുകൾ മുതുകത്തിട്ടിട്ട് ഉമ്മ പാടിത്തന്ന മെല്ലെ ആ വിരലുകൾ തോളത്തിട്ട് ഇങ്ങനെ മെല്ലെ മെല്ലെ തട്ടിയിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്. വീരനാമലിയാരുടെ വീരകഥകൾ കേൾക്കണം, വീരനായി നീ വളരണം, ആരംഭപ്പനാരമേ. ഉമ്മാടെ നാവിൽ നിന്ന് താരാട്ട് കേട്ട് കൈവരലിന്റെ ചണ്ടകൊട്ടും കേട്ട് ഉമ്മാന്റെ മാറിടത്തിൽ കിടന്നുണങ്ങിയ ഒരു ഉറക്കത്തേക്കാൾ എന്റെ ഉമ്മയുടെ അമ്മിഞ്ഞപ്പാലിനേക്കാൾ മധുരമായൊരു ഭക്ഷണം പിന്നെ കഴിച്ചിട്ടില്ല. അല്ലാഹു പറഞ്ഞു, നീ ഒരു വീടുണ്ടാക്കി നിനക്ക് ഭാര്യയും മക്കളുമായി നീ നിന്റെ മാതാപിതാക്കൾ മറക്കരുത്. എന്നാൽ നിന്റെ ജീവിതത്തിൽ നിന്റെ വീട്ടിന്റെ ഉള്ളിൽ ബറക്കത്ത് ഉയർത്തപ്പെടുമെന്ന് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ. ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മുടെ മാതാപിതാക്കളെ ഓർക്കണം.